മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ മേഘനാഥനെ കാണാനായിട്ടും അവനോട് സത്യങ്ങൾ വിളിച്ചു പറയാനായിട്ടും ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. മേഘന്റെ അവസ്ഥ കണ്ട് കണ്ണനാണെങ്കിൽ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നു. അതിനുശേഷം തന്റെ കുഞ്ഞ് തന്നെയാണ് മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്നതെന്നും ആ കുഞ്ഞിന്റെ സുരക്ഷിതമായിട്ടുള്ള ജനനത്തിന് വേണ്ടിയിട്ടാണ് കള്ളം പറഞ്ഞതെന്നും തനിക്ക് അടിപൊളിയായി തന്നെ നടക്കാൻ കഴിയുമെന്നൊക്കെ തന്നെ കണ്ണൻ മേഘനാഥനോട് തുറന്നു പറയുന്നു. പിന്നീട് അവനാണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് ചെന്ന് മേഘനാഥന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മേഘന് ഇനി വർഷങ്ങളോ ദിവസങ്ങളോ മാസങ്ങളോ എടുത്തേക്കാം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട്. ഇപ്പോ കോമ സ്റ്റേജിലാണെന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ കണ്ണനാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ഡോക്ടർക്ക് മേഘന്റെ ആ ക്രൂരതകളൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ അയാളും മേഘനെ രക്ഷിക്കാനായിട്ട് വലിയ എഫേർട്ട് ഒന്നും ഇടുന്നില്ല. പിന്നീട് മാർക്കോയെ കാണുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ടാണ് നീ ഈ ത്യാഗമൊക്കെ സഹിച്ചത്, അതുകൊണ്ട് ഹോസ്പിറ്റൽ ചെലവിനും ഇവിടെ നിന്നും ഇറങ്ങിയിട്ടുള്ള ചെലവിനുള്ള തുകയൊക്കെ തന്നെ നിന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ മോഹിനി ആവട്ടെ മുത്തശ്ശിയെയും പ്രതാപനെയും ധിക്കരിച്ച് മഹാലക്ഷ്മിയെ കാണാനായിട്ട് തീരുമാനിക്കുകയാണ്. അവരാണെങ്കിൽ പോകണ്ട എന്ന് പറഞ്ഞ് മോഹിനിയെ തടയുന്നുണ്ട്. പിന്നീട് അത് ധിക്കരിക്കുന്ന മോഹിനിയെ പൊതിരെ റൂമിലിട്ട് അടിച്ച് ചതക്കുകയാണ്. എന്തായാലും മഹിയാണെങ്കിൽ ആ കാര്യം അറിയുന്നുണ്ട്. മഹാലക്ഷ്മിയോട് മോഹിനിയാണെങ്കിൽ സത്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുന്നു. ഇതങ്ങനെ വിട്ടാ ശരിയാകില്ല. എന്റെ അമ്മയെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇനി അവർക്ക് ഒരു പാഠം പഠിപ്പിക്കണം. ഇവര് കുറച്ച് കൂടുന്നുണ്ട്. അത് പിന്നെ മോളെ കണ്ണന്റെ അച്ഛനെ കൊന്നത് അവരാണെന്ന് പറഞ്ഞപ്പോ ഭീഷണിപ്പെടുത്തിയിട്ടും വലിയ കൂസലില്ല. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ പിരിഞ്ഞു കഴിയുന്നു എന്നാണല്ലോ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ പറയുന്നൊന്നും തന്നെ അവർക്കൊരു വിലയില്ലെന്നൊക്കെ പറയുമ്പോൾ ഈ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് ഞാൻ പറയുന്നത്, അയാളെയും അയാളുടെ അമ്മയെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവരെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മഹിയാണെങ്കിൽ കണ്ണനെ വിളിക്കുകയാണ്. അമ്മ ഇപ്പൊ തൽക്കാലം ഞങ്ങളോടൊപ്പം വായുവെന്ന് പറഞ്ഞുകൊണ്ട് മഹി ലേഖയെയും കൂട്ടിയിട്ട് ലേഖയുടെ വീട്ടിലേക്കാണ് മോഹിനിയെ കൊണ്ടുപോകുന്നത്. പിന്നീട് അവിടെ വെച്ച് ലേഖയും അനന്തും ഒക്കെ പറയുന്നുണ്ട്, ഒരുപാട് തവണ അമ്മയോട് ഞങ്ങൾ പറഞ്ഞതാണ് ഇവിടെ വന്ന് താമസിക്കാനായിട്ട്. ഇനിയിപ്പം മഹിയുടെ പ്രസവവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോഴൊക്കെ അമ്മയുടെ സന്തോഷവും സ്നേഹവും പരിചരണവും ഒക്കെ തന്നെ മഹാലക്ഷ്മിക്ക് ആവശ്യമാണ്. ഞാൻ എത്രയൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് മോളെ നോക്കുന്നത് പോലെയും മോൾക്ക് അമ്മ കൂടെയുള്ളത് പോലെയോ ആകുമോ എന്നൊക്കെ ലേഖ മോഹിനിയോട് പറയുന്നു. മോഹിനിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് കണ്ണൻ വരുന്നുണ്ട്. കണ്ണനാണെങ്കിൽ മോഹിനിയുടെ അവസ്ഥ കണ്ട് ആകെ ഷോക്കാവുകയാണ്. കാരണം സ്വന്തം അമ്മയുടെ സ്ഥാനത്താണ് മോഹിനിയെ അവൻ കാണുന്നത്. എന്തായാലും കരുണയുടെ അച്ഛനും മുത്തശ്ശിക്കും കുറച്ച് കൂടുന്നുണ്ടെന്നും അവരുടെ ഒരു പത്തി താഴ്ത്തണമെന്നും കണ്ണന് തീരുമാനിക്കുന്നു. പോലീസിനെ അറിയിച്ച് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യിപ്പിക്കണം. ഇനി ഒരിക്കലും മഹാലക്ഷ്മിയുടെ അമ്മന്റെ നേർക്ക് അവരുടെ കൈ പൊങ്ങാനായിട്ട് പാടില്ല എന്നൊക്കെ എല്ലാവരോടും കൂടിയിട്ട് കണ്ണൻ പറയുകയാണ്. അനന്തവും പറയുന്നുണ്ട്, ഇത് കേസാവട്ടെ, നമുക്ക് അയാൾക്ക് തക്ക ശിക്ഷ തന്നെ വാങ്ങി കൊടുക്കണം. ഗാർഹിക പീഡനത്തിനും മറ്റും വകുപ്പ് ചേർത്ത് കേസാക്ക കണ്ണ. അമ്മയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞ് അനന്തവും കണ്ണനും സമാധാനിപ്പിക്കുകയാണ് മോഹിനിയെ. മോനെ കേസും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറയുമ്പോ ഇനി വെറുതെ വിട്ട അവര് സമാധാനത്തോടെ ജീവിക്കാനായിട്ട് അനുവദിക്കില്ല അമ്മേ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അനന്തം ഉണ്ടല്ലോ, ഞാൻ നിശബ്ദനായിട്ട് നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അനന്തമായിരിക്കും പരസ്യമായിട്ടെല്ലാം ചെയ്യുക. ഇത് കേട്ട് മഹിക്കാണെങ്കിൽ സന്തോഷാവുന്നുണ്ട്. മഹിയും അതിന് കൂട്ടുനിൽക്കുന്നു. പിന്നീട് കണ്ണൻ അവസാനമായിട്ട് പറയുന്നുണ്ട്, ഇവിടം കൊണ്ട് ഈ പ്രതാപനും മുത്തശ്ശിയും പഠിച്ചില്ലെങ്കിൽ പിന്നീട് അവർക്ക് മാത്രമേ നഷ്ടങ്ങൾ സംഭവിക്കുകയുള്ളൂ എന്നൊക്കെ. എന്തായാലും മഹിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷാവുകയാണ്. അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ ലഭിക്കണമെന്നും അവൾ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴായിട്ട് ഒരുപാട് തവണ ക്ഷമിച്ചു വിട്ട കാര്യങ്ങളായിരുന്നു ഇവരുടെ അഴിഞ്ഞാട്ടം. അങ്ങനെ കണ്ണൻ വിളിച്ചു പറഞ്ഞത് പ്രകാരം പോലീസാണെങ്കിൽ പ്രതാപനെയും മുത്തശ്ശിയും അറസ്റ്റ് ചെയ്യാനായിട്ട് പുറപ്പെടുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയും പ്രതാപനും ഒരു സത്യം മനസ്സിലാക്കുന്നുണ്ട്, മോഹിനി അവിടെ ഇല്ല എന്നും അവൾ പുറത്തേക്ക് പോയെന്നും. അതിനർത്ഥം മഹാലക്ഷ്മിയെ കാര്യങ്ങൾ അറിയിച്ചിരിക്കുമെന്ന് തന്നെയാണ്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോട് പറയാണ്, എടാ പ്രതാപ, എനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നു. നിന്റെ ഭാര്യ ചെന്ന് ആ മഹാലക്ഷ്മിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കില്ല. ഇപ്പോഴത്തെ മഹാലക്ഷ്മി അറിയാലോ, നമ്മള് വെറുതെ തലവെച്ച് കൊടുത്തെന്നൊക്കെ പറയുമ്പോ അമ്മ ഒന്നും ചുമ്മാതിരുന്നേ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതേ ഇവിടെ കൊണ്ട് അവസാനിച്ചു. ആ മോഹിനി അവളോട് മോളോട് പോയിട്ട് പറയട്ടെ, കണ്ണൻ ഇപ്പോ അവർക്ക് സപ്പോർട്ടല്ല, അതുകൊണ്ടേ നമുക്ക് പേടിക്കാനില്ലെന്ന് പറയുമ്പോ, എടാ പഴയ മഹാലക്ഷ്മി അല്ല, അവളുടെ പേരില് ഇപ്പൊ പണവും കാര്യങ്ങളൊക്കെ ഉള്ളതാ. അതുകൊണ്ട് ആകെ പേടിയാവുന്നു എനിക്ക്. എന്തോ വല്ലാത്തൊരു ആദ്യം പോലെ. ഈ വയസ്സാം കാലത്ത് എനിക്ക് ടെൻഷനൊന്നും സഹിക്കാൻ വയ്യെന്നൊക്കെ മുത്തശ്ശി പറയുമ്പോ, അമ്മ ഒന്നും മിണ്ടാതിരുന്നേ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെ അയാൾക്കും പേടിയുണ്ട് കേട്ടോ. പിന്നീട് അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പോലീസ് ജീപ്പ് മുറ്റത്ത് വന്ന് ഇറങ്ങുകയാണ്. പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോട് രക്ഷപ്പെടാനായിട്ട് പറയുന്നുണ്ട്. അവരാണെങ്കിൽ തലങ്ങും വിലങ്ങും ഓടുകയാണ്. അവസാനം അടുക്കള വഴി രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോഴേക്കും ലേഡി കോൺസ്റ്റബിൾസ് ഒക്കെ തന്നെ മുത്തശ്ശിയെ വന്ന്
അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പ്രതാപനെയും മുത്തശ്ശിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും ഗാർഹിക പീഡനത്തിന് തന്നെയാണ് കേസ് എടുത്തിരിക്കുന്നത്. അങ്ങനെ പ്രതാപനെ തല്ലി ചതയ്ക്കുന്നുണ്ട്. ഒരു തവണ പോലും നീ നിന്റെ ഭാര്യയ്ക്ക് നേരെ കൈ ഓങ്ങരുത്. ഒരുപാട് അവർ സഹിച്ചു അല്ലേ, ഇതിനു മുന്നും നീ അവരെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അയ്യോ സാറേ അതൊക്കെ വെറുതെ പറയുന്നതാ, അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ വിട്ടയക്കാൻ പറഞ്ഞ് അപേക്ഷിച്ച് കരയുകയാണ്. പക്ഷെ പോലീസുകാരനാണെങ്കിൽ കിട്ടിയ ചാൻസ്, അതായത് ഇവരെ കസിര കൂട്ടങ്ങളാണെന്ന് അവർക്കും അറിയാലോ, അതുകൊണ്ട് തന്നെ കിട്ടിയ ചാൻസ് മുതലെടുക്കുന്നുണ്ട്. എന്തായാലും മുത്തശ്ശിയുടെയും പ്രതാപന്റെയും കാര്യം കഷ്ടത്തിൽ തന്നെയാണ്. കരുണ അറിയുക തന്നെ ചെയ്യും. ഇത് കേസും കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് കൂടുതലും ചാൻസ്. അതുപോലെ തന്നെ അഹങ്കാരം കുറയ്ക്കാൻ കൂടി ഇത് സഹായിക്കും. അങ്ങനെ മഹി അവസാനം കണ്ണന്റെ അച്ഛനെ കൊന്നത് പ്രതാപനും മുത്തശ്ശിയും തന്നെയാണെന്നുള്ള സത്യം പുറത്തു വിടുക തന്നെ ചെയ്യാം. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.